ചരിത്രത്തിൻ്റെയും പ്രവചനത്തിൻ്റെയും ബൈബിളിൻ്റെയും സത്യം വെളിപ്പെടുത്തുന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. ഈ പരമ്പരയിൽ ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടതുമായ നിമിഷങ്ങളിൽ ഒന്നായ നൈസിയ കൗൺസിലിനെ നിങ്ങൾ വിശകലനം ചെയ്യും. നൈസിയ കൗൺസിലിനെ കുറിച്ചുള്ള നമ്മുടെ പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. എപ്പിസോഡ് 3-ൽ 300-ലധികം മെത്രാന്മാർ ഒന്നിച്ചുകൂടി കടുത്ത വാദപ്രതിവാദങ്ങൾ നടത്തി ഒപ്പുവച്ച നൈസിയ വിശ്വാസ പ്രമാണത്തിലേക്ക് നമ്മൾ കടന്നിരുന്നു. ആ പ്രമാണം യേശുക്രിസ്തു പൂർണ്ണ ദൈവമാണ്, പിതാവിനോട് തന്നെയുള്ള സ്വഭാവമുള്ളതെന്ന് പ്രഖ്യാപിക്കുകയും അതിനെ നിഷേധിച്ചവരെ അപലപിക്കുകയും ചെയ്തു. പക്ഷെ കഥ അതോടെ തീർന്നില്ല. വസ്തുതയിൽ നൈസിയ കൗൺസിൽ ഒരു തുടക്കമേ ആയിരുന്നുള്ളൂ. ഈ എപ്പിസോഡിൽ ക്രിസ്തുവിൻ്റെ ദൈവീകതയെക്കുറിച്ചുള്ള പോരാട്ടം എങ്ങനെ തുടർന്നുവെന്നും 50-ലധികം വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു കൗൺസിൽ വിശ്വാസപോഷണത്തെ എങ്ങനെ വികസിപ്പിച്ചുവെന്നും ത്രിത്വത്തിൻ്റെ സിദ്ധാന്തം ഔദ്യോഗികമായി എങ്ങനെ സ്ഥാപിക്കപ്പെട്ടു എന്ന് നാം കാണും. നിങ്ങൾ കരുതുന്നത് പോലെ ഒരിക്കൽ കൂടി കൗൺസിൽ തീരുമാനിച്ചതോടെ കാര്യങ്ങൾ തീർന്നിരിക്കേണ്ടതില്ലേ? പക്ഷെ ചരിത്രം അത് വിപരീതമാണെന്ന് തെളിയിക്കുന്നു. ആരിയാസിനെ നാടുകടത്തി, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ജീവിച്ചു നിന്നു. അനേകം മെത്രാന്മാരും ചില ചക്രവർത്തിമാരും അനുകൂലിച്ചു. സാമ്രാജ്യത്തിലെ വലിയ മേഖലകൾ നൈസിയ വിശ്വാസ പ്രമാണത്തെ നിരസിച്ചു. പതിറ്റാണ്ടുകളോളം സഭ അധികാരത്തിൽ ഉള്ളവർ ആരെന്ന് ആശ്രയിച്ച് നൈസിയ നിലപാടിലേക്കും ആരിയാസ് നിലപാടിലേക്കും മാറി മാറി നീങ്ങി. നൈസിയ വിശ്വാസത്തെ സംരക്ഷിച്ചവരെ പോലും ചിലപ്പോൾ നാടുകടത്തി. അത് ഐക്യമല്ല, കലഹമായിരുന്നു. ഓർക്കുക, കോൺസ്റ്റന്റൈൻ്റെ ലക്ഷ്യം സത്യത്തെ കണ്ടെത്തൽ അല്ലായിരുന്നു, ഐക്യം ഉറപ്പാക്കലായിരുന്നു. കോൺസ്റ്റന്റൈൻ്റെ മരണത്തിന് ശേഷം വന്ന ചക്രവർത്തിമാർ ഓരോരുത്തരും തങ്ങളുടെ പക്ഷം തിരഞ്ഞെടുത്തു. ചിലർ ആരിയാസിനെ പിന്തുണച്ചു. സഭ ദൈവശാസ്ത്രവും രാഷ്ട്രീയവും നിറഞ്ഞ യുദ്ധഭൂമിയായി മാറി. തിയോദോഷ്യസ് ചക്രവർത്തി 1-ന്റെ കാലത്ത് എത്തിയപ്പോൾ സാമ്രാജ്യത്തിന് വ്യക്തത അത്യാവശ്യമായി. അരനൂറ്റാണ്ട് നീണ്ടുനിന്ന വാദപ്രതിവാദങ്ങൾ സഭയെ വിഭജിച്ചു. അങ്ങനെ 381 AD-യിൽ തിയോദോഷ്യസ് മറ്റൊരു കൗൺസിൽ കോൺസ്റ്റാന്റിനോപ്പിളിൽ വിളിച്ചു ചേർത്തു. ഈ കൗൺസിൽ നൈസിയ വിശ്വാസ പ്രമാണം വീണ്ടും സ്ഥിരീകരിക്കുകയും അതിലും മുന്നോട്ടു പോകുകയും ചെയ്തു. മെത്രാന്മാർ പ്രഖ്യാപിച്ചത് ക്രിസ്തു മാത്രമല്ല പൂർണ്ണ ദൈവം, പരിശുദ്ധാത്മാവും പൂർണ്ണ ദൈവമാണ്. പുതുക്കിയ വിശ്വാസ പ്രമാണത്തിൽ ഇങ്ങനെ ചേർത്തു: ജീവൻ നൽകുന്ന കർത്താവായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവൻ പിതാവിൽ നിന്ന് പുറപ്പെടുന്നു, പിതാവിനോടും പുത്രനോടും കൂടെ ആരാധിക്കപ്പെടുകയും മഹത്വപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ത്രിത്വ സിദ്ധാന്തത്തിന്റെ ഔദ്യോഗിക ജനനം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, 3 വ്യക്തികൾ, എന്നാൽ ഒരേ ഒരു ദൈവം. പക്ഷേ പ്രധാനമായ ചോദ്യം ബൈബിൾ ആധാരപ്പെടുത്തുന്നതാണോ? സത്യം എന്തെന്നാൽ ബൈബിൾ എവിടെയും ദൈവം ത്രിത്വമാണെന്ന് എഴുതിയിട്ടില്ല. ഈ സിദ്ധാന്തം ആ ചിന്താപരമായ വിചാരങ്ങളിൽ നിന്നാണ് വന്നത്, ദൈവിക വെളിപ്പാടിൽ നിന്നല്ല. ദൈവത്തിൻ്റെ സ്വരൂപം വിശദീകരിക്കാൻ ഗ്രീക്ക് തത്വചിന്തപരമായ പദങ്ങൾ ഉപയോഗിച്ചു. ഫലം എന്ത്? സാമ്രാജ്യത്തെ ഐക്യപ്പെടുത്തുന്ന, എന്നാൽ ബൈബിളിൻ്റെ ലാളിത്യത്തിൽ നിന്ന് മാറിപ്പോകുന്നു ഒരു വിശ്വാസ പ്രമാണം ഉൾപ്പെടുത്തി ത്രിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ തിയോദോഷ്യസ് ഒരു നിയമം പുറപ്പെടുവിച്ചു. നൈസിയ കോൺസ്റ്റാന്റിനോപ്പിൾ വിശ്വാസ പ്രമാണം അംഗീകരിക്കുന്നവരെ മാത്രമേ യഥാർത്ഥ ക്രിസ്ത്യാനികൾ എന്ന് കരുതുകയുള്ളൂ. ത്രിത്വത്തെ അംഗീകരിക്കുന്ന മെത്രാന്മാർക്ക് സഭകൾ കൈമാറി. എതിർപ്പുകാർക്ക് അവരുടെ സ്ഥാനവും അവരുടെ സഭകളും പലപ്പോഴും അവരുടെ സ്വാതന്ത്ര്യവും നഷ്ടമായി. ചിലരെ വധിക്കുകയും ചെയ്തു. ചരിത്രത്തിൽ ആദ്യമായി രാജ്യം തന്നെയാണ് ഒരു ക്രിസ്ത്യാനിയായിരിക്കണമെങ്കിൽ എന്ത് വിശ്വസിക്കണമെന്ന് തീരുമാനിച്ചത്. അത് നിയമം കൊണ്ട് നടപ്പാക്കി. ഇതാണ് ക്രിസ്ത്യൻ ചരിത്രത്തിലെ വഴിത്തിരിവ്. ആ നിമിഷം മുതൽ രക്ഷ തന്നെ മനുഷ്യരുടെ കൗൺസിലുകളിൽ
സൃഷ്ടിച്ച ഒരു വിശ്വാസ പ്രമാണത്തോടെ ബന്ധിക്കപ്പെട്ടു. സാമ്രാജ്യ ശക്തി അതിന് പിന്തുണച്ചു. അപ്പോസ്തലന്മാരുടെ വിശ്വാസം ലളിതവും ബൈബിളിലെ അധിഷ്ഠതയും ആത്മാവിനാൽ നയിക്കപ്പെട്ട വിശ്വാസം ഇപ്പോൾ മനുഷ്യർ നിർമ്മിച്ച അനുസരണീയമായ ഒരു സംവിധാനത്തിൽ മറഞ്ഞുപോയി. അടുത്ത എപ്പിസോഡിൽ നാം നേരിട്ട് ബൈബിളിലേക്ക് തിരിയാം. ദൈവത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ബൈബിൾ യഥാർത്ഥത്തിൽ എന്താണ് പഠിപ്പിക്കുന്നത്? അത് തൃത്വവുമായി പൊരുത്തപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അതിൽ നിന്ന് മുഴുവനായും വ്യത്യസ്തമായോ? കാരണം നമ്മൾ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരാകണമെങ്കിൽ പരമ്പരാഗതത്തിലും കൗൺസിലുകളിലും അല്ല, ദൈവവചനത്തിലാണ് നമ്മുടെ വിശ്വാസം അധിഷ്ഠമാകേണ്ടത്. എപ്പിസോഡ് 5 ദൈവത്തെക്കുറിച്ച് ബൈബിൾ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നത് എന്ത് കാണാൻ മറക്കരുത്. നൈസിയ കൗൺസിലൂടെയുള്ള ഈ യാത്രയിൽ പങ്കുചേർന്നതിന് നന്ദി. സകലതും ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ എന്ന് അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ ഓർക്കുക.